ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ യാത്ര ദ സ്കോട്ട്ലാൻഡ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന വാഗമണിലേക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബൈക്ക് റൈഡ് പോകണമെന്നുള്ളത്, ആൻഡ് ഇറ്റ് ഈസ് ഫൈനലി ഗോയിങ് ടു ഹാപ്പൻ. നമ്മുടെ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ട്രിവാൻഡ്രത്തിൽ നിന്നും വാഗമണിലേക്ക് എത്താൻ 4 hours എടുക്കും. സോ വൺ ഡേ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങണം. ഞങ്ങൾ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ 5 o'clock ജേർണി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് 9:30 ആയപ്പോൾ വാഗമണിലെത്തി. ഞങ്ങളൊരു മണ്ടത്തരം കാണിച്ചു ഗൈസ്. ഫെബ്രുവരി അല്ലേ, ചൂടല്ലേ എന്നൊക്കെ കരുതി ജാക്കറ്റ് പോലും ഇടാണ്ട് അങ്ങ് ഇറങ്ങി. ബട്ട് പാളി ഗൈസ്. വാഗമൺ എത്തണ വരെ തണുത്ത് വിറച്ച് പോവേണ്ടി വന്നു. നല്ല തണുത്ത കാറ്റായിരുന്നു. സോ നിങ്ങൾ ആ മണ്ടത്തരം കാണിക്കാതിരിക്കുക. നമ്മൾ ആദ്യം പോകുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 20 rupees ആണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രി ഫീസ് വരുന്നത് 250 rupees ആണ്. ടിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും നമ്മൾ ഏത് ടൈമിലാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറേണ്ടതെന്ന്. 5 minutes ആണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം. വാഗമണിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണാൻ പറ്റും. ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാണ്ട് സിപ്പ് ലൈൻ, പാരാഗ്ലൈഡിംഗ്, ജയൻറ്റ് സ്വിംഗ് എന്നിങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാം. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഫുഡ് കോർട്ട്സ് ഉണ്ട്. സോ നമുക്ക് അവിടെ നിന്ന് ഫുഡും കഴിക്കാം. അടുത്തതായി നമ്മൾ പോകുന്നത് വാഗമൺ ടീ ലേക്ക് ബോട്ടിങ്ങിനാണ്. എൻട്രി ഫീസ് വരുന്നത് 25 rupees ആണ്. അവിടെ കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ്, റോ ബോട്ടിംഗ് എല്ലാം ഉണ്ട്. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ റോ ബോട്ടിംഗ് എടുക്കുന്നതാവും നല്ലത്. അതാവുമ്പോൾ ഒരു 10 പേർക്ക് വരെ അതിലിരിക്കാം. ഞങ്ങൾ പെഡൽ ബോട്ടിംഗ് ആണ് എടുത്തത്. ഒരു ബോട്ടിന് 200 rupees ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ബോട്ടിങ്ങിന് പോണ സമയത്ത് ഒരു സൈഡ് കോഫി പ്ലാന്റേഷൻസിന്റെ വ്യൂവും ലേക്കിന്റെ എൻഡ് എത്തുന്ന സമയത്ത് ആമ്പൽപ്പൂക്കളെയും കാണാൻ പറ്റും. ആമ്പൽപ്പൂക്കളെയൊക്കെ എത്ര അടുത്തുനിന്ന് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. ബോട്ടിംഗ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീടുണ്ട്, അതും കൂടെ കണ്ടിട്ട് വരാം. കോഫി പ്ലാന്റേഷൻസിന്റെ അടുത്ത് ഒരു നല്ല വ്യൂ ഉള്ള ഒരു വീട്. നമ്മൾ പോകുന്നത് വാഗമണിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയ KPM ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 25 rupees ആണ്. അവിടെ ഫിഷ് സ്പാ, പിന്നെ ചെറിയൊരു വാട്ടർഫോൾ സെറ്റപ്പ്, പിന്നെ കൊട്ടുവഞ്ചിയിൽ ഫിഷിൻ്റെ കൂടെ ഫീഡ് ചെയ്ത് നമുക്കൊരു യാത്ര പോവാം. കൊട്ടുവഞ്ചിയിൽ കയറാൻ അവർ ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് 100 rupees ആണ്. ആ കൊട്ടുവഞ്ചിയിൽ ഫിഷിനെ ഫീഡ് ചെയ്തുള്ള യാത്ര വളരെ രസകരമായിരുന്നു. ഒരു കൂട്ടം കളർഫുൾ ഫിഷസ് നമ്മുടെ കൊട്ടുവഞ്ചിക്ക് ചുറ്റും കാണാം. കയറുമ്പോൾ തന്നെ മീനുകളെല്ലാം അടുത്ത് വന്നു തുടങ്ങും. കൊട്ടുവഞ്ചിക്കൊപ്പം മീനുകളും സഞ്ചരിക്കും. കൊട്ടുവഞ്ചിയിൽ പോകുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫോഗ് കൂടെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലേസ് ആണ് വാഗമൺ പൈൻ ഫോറസ്റ്റ്. വാഗമൺ എന്ന് കേട്ടാൽ തന്നെ മനസ്സിൽ ഓടിയെത്തുന്നത് പൈൻ ഫോറസ്റ്റ് ആണ്. എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത പൈൻ ഫോറസ്റ്റ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കുറേ ദൂരം നടന്നു, പിന്നെ വെയിൽ പോകുന്നത് വരെ കാറ്റും കൊണ്ട് അവിടെ ഇരുന്നു. ഈവനിങ് ആയപ്പോൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ വാഗമൺ മെഡോസ് അഥവാ മുട്ടക്കുന്നിലേക്ക് പോയി. ഫെബ്രുവരി ആയതുകൊണ്ട് സീസൺ അല്ല, സോ പച്ചപ്പൊന്നുമില്ലായിരുന്നു. ഒരു വരണ്ട കാലാവസ്ഥയായിരുന്നു അവിടെ. എന്നാലും നല്ല കാറ്റുകൊണ്ട് അവിടുത്തെ റീൽസും വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം കണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ ടാറ്റാ, ബൈ ബൈ.